കാസ്റ്റിംഗ് ഔട്ട് നയൻസ് എന്ന് പറയുന്ന മെത്തേഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ടെക്സ്റ്റിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ സിലബസിൽ അത് പേരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. എന്തായാലും നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് വി ക്യാൻ ഡെമോൺസ്ട്രേറ്റ് എ ടെക്നിക് കോൾഡ് കാസ്റ്റിംഗ് ഔട്ട് നയൻസ്. കാസ്റ്റിംഗ് ഔട്ട് നയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസലിംഗ് നമ്പേഴ്സ് ദാറ്റ് അപ് ടു 9. അപ്പോൾ അവിടെ ചെയ്യുന്ന ഇതാണ്, ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടുന്ന നമ്പേഴ്സ് ക്യാൻസൽ ചെയ്ത് കളയുന്നു. ദിസ് ടെക്നിക് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റക്ട് കമ്പ്യൂട്ടേഷൻ എറേഴ്സ് ആസ് ദി ഫോളോയിങ് ടു എക്സാമ്പിൾസ് ഷോ. അപ്പോൾ കമ്പ്യൂട്ടേഷൻ എറേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. കാസ്റ്റിംഗ് ഔട്ട് നയൻസ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് എവരി ഇൻഡിജർ ഈസ് കോൺഗ്രുവൻ്റ് ടു ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് മോഡ് 9. അപ്പോൾ ഈ കാസ്റ്റിംഗ് ഔട്ട് നയൻസ് എന്ന് പറയുന്നത് ഏതിനെ ബേസ് ചെയ്തിരുന്നത്, അതായത് എവരി ഇൻഡിജർ ഈസ് കോൺഗ്രുവൻ്റ് ടു ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് മോഡ് 9. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കാസ്റ്റിംഗ് ഔട്ട്സ് നയൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. യൂസിങ് കാസ്റ്റിംഗ് ഔട്ട് നയൻസ്, ചെക്ക് ഇഫ് ദ സം ഓഫ് ദി നമ്പേഴ്സ് 3569, 24387 ആൻഡ് 49508 ഈസ് 78464. ഓക്കെ, അതിൻ്റെ മൂന്നിൻ്റെ സം ഇതാണോ എന്ന് ചെക്ക് ചെയ്യണം നമുക്ക്. അപ്പോൾ 3569 കോൺഗ്രുവൻ്റ് ടു സം ഓഫ് ദ ഡിജിറ്റ്സ് കോൺഗ്രുവൻ്റ് ടു നമ്പർ ഇസ് കോൺഗ്രുവൻ്റ് ടു സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് മോഡ് 9 എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് കോൺഗ്രുവൻ്റ് നമ്പർ 3569 കോൺഗ്രുവൻ്റ് ടു സം ഓഫ് ദ ഡിജിറ്റ്സ് കണ്ടുപിടിക്കുന്നു. മോഡ് 9 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് കോൺഗ്രുവൻ്റ് 5 മോഡ് 9 കിട്ടും. അടുത്ത 24387 കോൺഗ്രുവൻ്റ് സം ഓഫ് ദ ഡിജിറ്റ്സ് കാണുന്നു, കോൺഗ്രുവൻ്റ് അത് മോഡ് 9 എടുക്കുന്നു. 49508 കോൺഗ്രുവൻ്റ് സം ഓഫ് ദ ഡിജിറ്റ്സ് കാണുന്നു, ലാസ്റ്റ് മോഡ് 9 എടുക്കുമ്പോൾ 8 കിട്ടുന്നു. പിന്നെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു, കോൺഗ്രുവൻ്റ് 1 മോഡ് 9 കിട്ടും. പിന്നെ വേറെ ആൻസർ ചെക്ക് ചെയ്യേണ്ട 78464 ആണെന്നാണ്, അത് നോക്കാം. ഗീവൺ ആൻസർ 78464. സം ഓഫ് ദ ഡിജിറ്റ്സ് നോക്കുന്നു, കോൺഗ്രുവൻ്റ് 2 മോഡ് 9 നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇത് രണ്ടും സെയിം ആണ് കിട്ടുന്നത് കാസ്റ്റിംഗ് ഔട്ട് അനുസരിച്ചിട്ട്. ദസ് ദ ഗിവൺ ആൻസർ ഈസ് നോട്ട് കോൺഗ്രുവൻ്റ് ടു ദ ആക്ച്വൽ സം മോഡുലോ 9. അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. രണ്ടും സമ്മിന് ചെയ്യുമ്പോഴും 3 നമ്പേഴ്സിനെ പ്രത്യേകം എടുക്കുമ്പോഴും അല്ലാതെ അതിൻ്റെ സമ്മിൻ്റെത് ചെയ്യുമ്പോഴും നമുക്ക് സെയിം തന്നെയാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ രണ്ടും രണ്ടായിട്ടാണ് വന്നേക്കുന്നത്. പ്രത്യേകമായിട്ട് നോക്കിയപ്പോൾ നമുക്ക് എന്നിട്ട് സം ചെയ്തപ്പോൾ കോൺഗ്രുവൻ്റ് 1 എന്നും ഗിവൺ സമ്മിനെ ചെയ്തപ്പോൾ നമുക്ക് കോൺഗ്രുവൻ്റ് 2 എന്നുമാണ് കിട്ടിയത്. അപ്പോൾ തെറ്റാണ്. ദ ഗിവൺ സം ഈസ് ഡെഫിനറ്റ്ലി റോങ്. കറക്റ്റ് സം 77464 Using casting out nines, determine whether the product of 1976 and 3458 is വലിയ നമ്പർ കേട്ടല്ലോ, അതാണോ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് കാസ്റ്റിംഗ് ഔട്ട് 9 കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്തിൽ നമുക്ക് 1976 കാസ്റ്റിംഗ് ഔട്ട് മോഡ് 9 അപ്ലൈ ചെയ്യുമ്പോഴേ ഇതിനകത്ത് നമുക്ക് ഈ മോഡ് 9 അപ്ലൈ ചെയ്യുമ്പോൾ ഈ 9 കിട്ടുന്ന ആൾക്കാരെ നമുക്ക് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതിൻ്റെ സം കണ്ടുപിടിച്ചാൽ മതി. അതാണ് ശരിക്കും ഈ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ 1 + 9 + 7 + 6 നിങ്ങൾക്ക് 9 അങ്ങ് കട്ട് ചെയ്യാം. പിന്നെ 1 + 7 + 6 നോക്കിയാൽ മതി. അത് ചെയ്യുമ്പോൾ നമുക്ക് 7 + 8 = 14 കിട്ടും. 14 മോഡ് 9 എടുക്കുമ്പോൾ കോൺഗ്രുവൻ്റ് 5 മോഡ് 9 കിട്ടും. ഇനി അടുത്തത് 3458 കോൺഗ്രുവൻ്റ് 3 + 4 + 5 + 8 കിട്ടും. അപ്പോൾ ഇതിനകത്തിൽ 5 4 കൂടെ ചേരുമ്പോൾ 9 ആണല്ലോ. അപ്പോൾ അത് രണ്ടും കൂടെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ളത് 8 3 11. അതിനെ മോഡ് 9 എടുക്കുമ്പോൾ 2 കിട്ടും, കോൺഗ്രുവൻ്റ് 2 മോഡ് 9 കിട്ടും. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് ഇനി എന്താ ചെയ്യുന്നത്? പ്രോഡക്റ്റ് എടുക്കുമ്പോൾ പ്രോഡക്റ്റാണ് ചെയ്യേണ്ടത്. 2 നമ്പർ സെപ്പറേറ്റഡ് പ്രോഡക്റ്റാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഈ കോൺഗ്രുവൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രത്യേകം ചെയ്തില്ലേ കിട്ടിയ കോൺഗ്രുവൻസിൻ്റെ ആ 5ഉം 2ഉം ഇവിടെ അതും പ്രോഡക്റ്റ് തന്നെ എടുക്കേണ്ടത്. നേരത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് സമ്മായിരുന്നു, ഇവിടെ നമുക്ക് പ്രോഡക്റ്റ്. അപ്പോൾ 5 × 2 10. അപ്പോൾ കോൺഗ്രുവൻ്റ് 1 മോഡ് 9 ആണ്. മോഡ് 9 എടുക്കുമ്പോൾ 1 കിട്ടും. ഇനി ഗിവൺ ആൻസർ നോക്കുക, അതിൻ്റെ ഡിജിറ്റ്സ് സം ചെയ്യുന്നു. മോഡ് 9 എടുക്കുമ്പോൾ കോൺഗ്രുവൻ്റ് 1 മോഡ് 9 രണ്ട് സെയിം ആണ് വന്നത്. ബിക്കോസ് ദ ഗിവൺ ആൻസർ ഈസ് കോൺഗ്രുവൻ്റ് ടു ദ ആക്ച്വൽ പ്രോഡക്റ്റ് മോഡുലോ 9, വി മൈറ്റ് ബി ടെമ്പേർഡ് ടു സേ ദാറ്റ് ദ ഗിവൺ ആൻസർ ഈസ് കറക്റ്റ്. ഇൻ ഫാക്ട് all we can say is it is probably correct. This is so because any rearrangement of the digits of an integer yields the same at least residue modulo 9, an idea used by today's accountants. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ആവാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ഈ മെത്തേഡ് വെച്ചിട്ട് പറയാൻ കഴിയുന്നത്. കാരണം എന്താണെന്നറിയോ, ഈ തന്നിരിക്കുന്ന ഡിജിറ്റ് സം ചെയ്തപ്പോൾ കിട്ടുന്ന ആ കോൺഗ്രുവൻസ് മോഡ് 9 എടുത്തപ്പോഴാണല്ലോ നമുക്ക് കിട്ടി. ഇത് ഏത് രീതിയിൽ സം ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ കോൺഗ്രുവൻ്റ് 1 മോഡ് 9 കിട്ടത്തില്ലേ.
അപ്പോൾ ഈ ശരിക്കുമുള്ള ആൻസർ ഈ പറഞ്ഞ നമ്പറാണോ അതോ ഇത് ഇപ്പം 6 തുടക്കത്തിൽ എഴുതുന്നതിന് പകരം ഞാൻ 8 തുടക്കത്തിൽ എഴുതുന്നു, എന്നിട്ട് 6 രണ്ടാമത് എഴുതുന്നു. അപ്പോഴും ഈ പറഞ്ഞ പോലെ സം ചെയ്തിട്ട് മോഡ് 9 എടുക്കുമ്പോൾ കോൺഗ്രൻ്റ് 1 എന്ന് കിട്ടും. പക്ഷേ കറക്റ്റ് ആൻസർ അതാവണമെന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ആൻസർ തെറ്റാണെങ്കിൽ ഇപ്പം നമുക്കിവിടെ കോൺഗ്രൻ്റ് രണ്ട് കോൺഗ്രൻ്റ് ആണ് കിട്ടുന്നത്. ഒന്നും കിട്ടുന്നു, രണ്ടാമത് ഗിവൺ ആൻസറിനെ നോക്കിയപ്പോൾ വേറൊന്നും കിട്ടുന്നെങ്കിൽ റോങ് ആണെന്ന് നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാം. പക്ഷേ ഇത് ഇങ്ങനെ ശരിയായെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കത്തില്ല. As these two examples indicate, the only answer we can provide by using casting out nines is that the given solution is either definitely wrong or probably correct. അപ്പോൾ രണ്ട് ഡിഫറൻറ്റ് കോൺഗ്രൻസ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്കിത് തെറ്റാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒരേപോലെ കിട്ടുന്നതെങ്കിൽ പ്രോബബിളി ശരിയായിരിക്കും എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഈ സെക്ഷനിലെ അടുത്ത ടോപ്പിക്കാണ് ഡിജിറ്റൽ റൂട്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ക്ലോസ്ലി റിലേറ്റഡ് ടു കാസ്റ്റിംഗ് ഔട്ട് നയൻസ് ഈസ് ദി കൺസെപ്റ്റ് ഓഫ് ദി ഡിജിറ്റൽ റൂട്ട് ഓഫ് എ പോസിറ്റീവ് ഇൻറ്റിജർ n. അപ്പം നമ്മളിപ്പോൾ കണ്ട കാസ്റ്റിംഗ് ഔട്ട് നയൻസുമായിട്ട് ആ മെത്തേഡിന് ഒരു ഏകദേശം സിമിലറാണ്. ഇറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ബൈ ഐട്രേഷൻ. അപ്പം ഐട്രേഷൻ സെയിം സ്റ്റെപ്സ് തന്നെ ആവർത്തിച്ചാണ് ഇത് ചെയ്യുന്നത്. ഫൈൻഡ് ദ സം എസ് ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ്, ദെൻ ഫൈൻഡ് ദ സം ഓഫ് ദ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ക്യാപിറ്റൽ എന്നാണ് നമ്മുടെ ഗിവൺ നമ്പറെങ്കിൽ അതിൻ്റെ ഡിജിറ്റൽ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം അതിൻ്റെ ഡിജിറ്റ്സിൻ്റെ സം കാണുന്നു. ആ സം സ്മോൾ അഡ്രസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനെ വീണ്ടും ഇത് ഒന്നിലധികം ഡിജിറ്റ്സ് നമ്മുടെ എസിനകത്തിലുണ്ടെങ്കിൽ വീണ്ടും അതിലെ ഡിജിറ്റ്സിൻ്റെ സം കാണുക. ഇതിങ്ങനെ തുടർന്ന് ഏറ്റവും അവസാനം ഒരു സിംഗിൾ ഡിജിറ്റിലെത്തുന്നത് വരെ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവുക. ദെൻ ഡി ഈസ് ദ ഡിജിറ്റൽ റൂട്ട് ഓഫ് n. അപ്പോൾ ഈ ഏറ്റവും ലാസ്റ്റ് കിട്ടിയ ഡി ആണ് നമ്മുടെ ക്യാപിറ്റൽ എന്നിനെ ഡിജിറ്റൽ റൂട്ട് എന്ന് പറയുന്നത്. അടുത്ത എക്സാമ്പിൾ, ഫൈൻഡ് ദ ഡിജിറ്റൽ റൂട്ട് ഓഫ് 1976. ഓക്കെ, സൊല്യൂഷൻ വി ആഡ് ഇറ്റ്സ് ഡിജിറ്റ്സ് 1 + 9 + 7 + 6 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 23 എന്ന് കിട്ടും. നൗ ആഡ് ഇറ്റ്സ് ഡിജിറ്റ്സ്, വീണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. സോ ദ ഡിജിറ്റൽ റൂട്ട് ഓഫ് 1976 ഈസ് 5. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ മെത്തേഡ് അനുസരിച്ച് 5 ആണ് അതിൻ്റെ ഡിജിറ്റൽ റൂട്ട്. അതേപോലെ നമ്മൾ നമ്മുടെ ഗിവൺ നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ 5 ആണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ 9 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 1976 കോൺഗ്രൻ്റ് 5 മോഡ് 9 ആണെന്ന്. മോർ ജനറലി ലെറ്റ് ഡി ബി ഇറ്റ്സ് ഡിജിറ്റൽ റൂട്ട്, ദെൻ ഡി കോൺഗ്രൻ്റ് ടു an പ്ലസ് എക്സെട്ര പ്ലസ് a1 പ്ലസ് a0 മോഡ് 9 ഇങ്ങനെ നമുക്ക് എഴുതാം. Thus, the digital root of n is the remainder when capital N is divisible by 9. അപ്പോൾ ഡിജിറ്റൽ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is the remainder when capital N is divisible by 9. അപ്പോൾ ക്യാപിറ്റൽ എന്നിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡറാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡിജിറ്റൽ റൂട്ട് എന്ന് പറയുന്നത്. വിത്ത് വൺ എക്സെപ്ഷൻ. അപ്പോൾ ഒരു ആൻസറിന് മാത്രം ഒരു എക്സെപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് റിമൈൻഡർ കിട്ടുന്നത് ഇറ്റ് ഈസ് 9 ഇഫ് ദ റിമൈൻഡർ ഈസ് 0. അപ്പം ഡിജിറ്റൽ റൂട്ട് നമ്മൾ റിമൈൻഡർ കണ്ടുപിടിക്കുമ്പോൾ 0 ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഈ ഡിജിറ്റൽ റൂട്ട് 9 ആയിരിക്കും. ഓക്കെ, അത് മാത്രം ശ്രദ്ധിക്കുക. എക്സാമ്പിൾ 2, ഡിജിറ്റൽ റൂട്ട്സ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിജിറ്റൽ റൂട്ട്. ഫൈൻഡ് ദ ഡിജിറ്റൽ റൂട്ട്സ് ഓഫ് സ്ക്വയർ നമ്പേഴ്സ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്താണെന്നറിയാമല്ലോ. അപ്പം ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആവുന്ന രീതി, ഇപ്പോൾ 4 എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പം നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജനറൽ ആയിട്ടുള്ള ഒരു ഫോമിൽ വെച്ചിട്ട് നമ്മളത് ചെയ്യണം. ഫൈൻഡ് ദ ഡിജിറ്റൽ റൂട്ട്സ് ഓഫ് സ്ക്വയർ നമ്പേഴ്സ്. സൊല്യൂഷൻ നോക്കാം. ബൈ ദ ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട് എവരി ഇൻറ്റിജർ n ഈസ് ഓഫ് ദി ഫോം 9k + r വെയർ 0 ≤ r <r 9. അപ്പോൾ ഡിവിഷൻ അൽഗോരിതം വെച്ച് എവരി ഇൻറ്റിജർ n ഈസ് ഓഫ് ദി ഫോം 9k + r വെയർ 0 ≤ r < 9. ഇതെങ്ങനെ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 9 വെച്ചിട്ടൊരു ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യുക. നമ്മുടെ സ്മോൾ ലെറ്റർ n ആണെങ്കിൽ ആ സ്മോൾ ലെറ്റർ എന്നിനെ 9 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഏത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഇപ്പോൾ 5 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ 5k + r എന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. റിമൈൻഡർ 0 ≤ r < 5 ആയിരിക്കും. അതേപോലെ ഇപ്പോൾ 4 വെച്ചാണെങ്കിൽ 9ൻ്റെ സ്ഥാനത്ത് 4 വരും. അപ്പം
റിമൈൻഡർ 0യ്ക്കും 4 വരെ 0 r ലെസ് ദാൻ 4 ആയിരിക്കും അങ്ങനെ. അപ്പോൾ ഇത് ഡിവിഷൻ അൽഗോരിതത്തിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ ആ നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യൻ്റ് കെയും റിമൈൻഡർ ആറും ആണെങ്കിൽ, ഇപ്പോൾ 9 വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ റിമൈൻഡർ 0 മുതൽ 8 വരെയുള്ള നമ്പർ ആവാനേ പറ്റുമോ. അതുകൊണ്ടാണ് 0 ലെസ് ദാൻ r ലെസ് ദാൻ 9 എന്ന് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു നമ്പറിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, എന്നിനെ 9k + r വേറെ 0 ലെസ് ദാൻ r ലെസ് ദാൻ 9. സോ അപ്പോൾ നമ്മളിതിനെ മോഡ് 9 ചെയ്യുകയാണെന്ന് വിചാരിക്കുക ഈ നമ്പറിനെ. അപ്പോൾ നമുക്കൊരു നമ്പറിനെ ഈ പറഞ്ഞ രീതിയിൽ 9k + r എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, വേറെ 0 ലെസ് ദാൻ r ലെസ് ദാൻ 9. സോ ഈ നമ്പർ 9k + n = 9k + r ആണെങ്കിൽ നമ്മൾ മോഡ് 9 എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ 9k എന്ന് പറയുന്നത് 0 ആയി പോകും. പിന്നെ വരുന്നത് കോൺഗ്രുവൻ്റ് ടു n കോൺഗ്രുവൻ്റ് ടു r മോഡ് 9 എന്ന് കിട്ടും. ആൻഡ് ഹെൻസ് നമുക്ക് സ്ക്വയർ ചെയ്യാം, n² കോൺഗ്രുവൻ്റ് ടു r² മോഡ് 9 എന്ന് കിട്ടും. ഇനി സിൻസ് r കോൺഗ്രുവൻ്റ് ടു r - 9 മോഡ് 9, അപ്പോൾ അത് അപ്പം നമ്മൾ ആറിനെ മോഡ് 9 എടുത്താലും ആറിനകത്തുനിന്ന് ഒരു 9 കുറച്ചിട്ട് മോഡ് 9 എടുത്താലും സെയിം ആയിരിക്കും നമുക്ക് കിട്ടുക. 6 സെയിം ആയിരിക്കും എന്നല്ല, അത് രണ്ടും കോൺഗ്രുവൻ്റ് ആയിരിക്കും. ഇപ്പം 6 എന്ന് പറയുന്നത് 1 ആണെന്ന് വിചാരിക്കുക. 6 1 ആണ്. r - 9 എന്ന് പറയുന്നത് 1 - 9 ആണ്, അത് -8 ആണ്. ഓക്കെ, അപ്പം 1 കോൺഗ്രുവൻ്റ് ടു -8 മോഡ് 9 ആണോ? ആണ്. കാരണം 1 - -8 എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 കോൺഗ്രുവൻ്റ് ടു 0 മോഡ് 9. അപ്പം r കോൺഗ്രുവൻ്റ് ടു r - 9 മോഡ് 9 എന്ന് കിട്ടും. 0² കോൺഗ്രുവൻ്റ് ടു 0 മോഡ് 9. +/- 1² കോൺഗ്രുവൻ്റ് ടു 1 മോഡ് 9. +/- 2ൻ്റെ സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 4 മോഡ് 9. +/- 3 കോൺഗ്രുവൻ്റ് +/- 2² കോൺഗ്രുവൻ്റ് ടു 0 മോഡ് 9. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റിമൈൻഡറിൻ്റെ സ്ക്വയർ മോഡ് 9 റിമൈൻഡേഴ്സിൻ്റെ സ്ക്വയർ ചെയ്തിട്ട് മോഡ് 9 കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 0 മുതൽ 9 വരെയാണെങ്കിൽ r² നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കും. 0 മുതൽ 9 വരെ അല്ല, 0 മുതൽ 9 എത്തുന്നില്ലല്ലോ, 8 വരെ. സോ 0 1 2 3 4 5 6 7 8 ഇത്രയും നമ്പേഴ്സാണ് നമുക്ക് റിമൈൻഡേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിൻ്റെയും സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കും. r-ന് 0 കൊടുത്തു കഴിഞ്ഞാൽ 0² കോൺഗ്രുവൻ്റ് ടു 0 മോഡ് 9 എന്ന് കിട്ടും. 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1² മോഡ് 9, 2ൻ്റെ 2², 3യുടെ 3² ആകുമ്പോഴത്തേനും അത് 9 3² കോൺഗ്രുവൻ്റ് ടു 0 ആവും. പിന്നെ 4² കോൺഗ്രുവൻ്റ് ടു 16 വരുമ്പോൾ കോൺഗ്രുവൻ്റ് ടു 7 മോഡ് 9 ഇത്രയും കിട്ടും. അപ്പോൾ അതിന് ശേഷം വരുന്ന നമ്പേഴ്സിനെ ആണ് ഈ കാറ്റഗറി -1 അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് 4 വരെ ഉള്ളത് നമ്മളിങ്ങനെ സ്ക്വയർ ചെയ്ത് എളുപ്പത്തിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം വരുന്നതിനെയും കുറച്ചുകൂടെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി, അത് 5 മുതൽ അങ്ങോട്ടുള്ളതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആദ്യം ഒരു പ്രോപ്പർട്ടി r കോൺഗ്രുവൻ്റ് ടു r - 9 മോഡ് 9 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് r-ൻ്റെ അടുത്ത 5 ആണെങ്കിൽ 5 കോൺഗ്രുവൻ്റ് ടു 5 - 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4 എന്ന് വരും. അപ്പോൾ 5ന് പകരം -4 നോക്കിയാൽ മതി, -4ൻ്റെ സ്ക്വയർ നോക്കിയാൽ മതി. അപ്പം 4 ചെയ്യുമ്പോൾ തന്നെ -4 കൂടെ നമ്മൾ +/- 4² അപ്പോൾ അവിടെ നമ്മൾ 4ഉം അതിൻ്റെ കൂടെ 5ഉമാണ് ചെയ്തേക്കുന്നത്. ഇനി 6ൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് 6 കോൺഗ്രുവൻ്റ് ടു r കോൺഗ്രുവൻ്റ് ടു r - 9ൻ്റെ അതിനകത്തിട്ട് കൊടുക്കുമ്പോൾ 6 കോൺഗ്രുവൻ്റ് ടു 6 - 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3. r-ന് പകരം നമ്മൾ -3 ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ -3യുടെ സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 0 -3യും +3യും കൂടെ ഒരുമിച്ചാണ് ഇവിടെ ഈ +/- 3യുടെ സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 0 മോഡ് 9 എന്ന് കൊടുത്തിരിക്കുന്നത്. അടുത്തത് 7 കോൺഗ്രുവൻ്റ് 7 - 9 -2 എന്ന് കിട്ടും. 8ൻ്റെ 8 - 9 -1 എന്ന് കിട്ടും. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് +/- 1ൻ്റെ സ്ക്വയർ, അടുത്ത +/- 2ൻ്റെ സ്ക്വയർ, +/- 3. അപ്പോൾ ഈ -3 എങ്ങനെ വന്നത്? -1 -2 -3 -4 എങ്ങനെ വന്നതെന്നാണ് ആദ്യത്തെ 1 2 3 4ന് ശേഷം വരുന്ന 5 6 7 8 പ്രത്യേകം ചെയ്യുന്നതിന് പകരം നമ്മൾ അതിനെ ഈ r കോൺഗ്രുവൻ്റ് ടു r - 9 മോഡ് 9 ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആക്കി. അതാണ് കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.
ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ +or-1ൻ്റെ സ്ക്വയർ എല്ലാ റിമൈൻഡേഴ്സും അതിനകത്ത് വരുന്നുണ്ട്. +or-1 സ്ക്വയർ കോൺഗ്രുവൻ്റ് 1 mod n, +or-2 +or-3 എല്ലാം ചെയ്ത് നമ്മൾ വെച്ചു, mod n ചെയ്തു. Thus n square is congruent to 0, 1, 4 or 7. So its digital root is 1, 4, 7 or 9. അപ്പോൾ n square നമുക്ക് congruent to 0, 1, 4 or 7. So its digital root is 1, 4, 7 or 9. അപ്പോൾ n square congruent to എന്താ നമുക്ക് കിട്ടി? congruent to 0, 1, 4 അല്ലെങ്കിൽ 7 ആണ് കിട്ടി. സോ its digital root എന്ന് പറയുന്നത് നമ്മൾ എന്താണ് നമ്മുടെ ഡിജിറ്റൽ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞതും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡറാണ് ഡിജിറ്റൽ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ n സ്ക്വയറിനെ mod 9 എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് എന്തൊക്കെയാണ്? 0, 1, 4, 7. അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ ഡിജിറ്റൽ റൂട്ട്. അടുത്ത റിമാർക്ക്, the above example give us a test to determine whether a positive integer can be a square. If an integer is a square, then its digital root must be 1, 4, 7 or 9. അപ്പോൾ ഈ എക്സാമ്പിളിനകത്ത് നിന്ന് നമുക്ക് ഒരു നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്നുള്ള കാര്യമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഡിജിറ്റൽ റൂട്ടെന്ന് പറയുന്നത് 1, 4, 7, 9 ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. അടുത്തത് എക്സാമ്പിൾ 3 ആണ്. ഡിറ്റർമിൻ വെദർ ക്യാപിറ്റൽ N is equal to ഒരു വലിയ നമ്പർ ക്യാൻ ബി എ സ്ക്വയർ. അപ്പോൾ അത്രയും വലിയ നമ്പറാണ്, അതൊറ്റ നമ്പറാണ്. ഡിറ്റർമിൻ വെദർ ആ കൊടുത്തിരിക്കുന്ന നമ്പർ ക്യാൻ ബി എ സ്ക്വയർ, അത് സ്ക്വയർ ആവാൻ പറ്റുമോ? അപ്പോൾ നമുക്കറിയാം ഡിജിറ്റൽ റൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒന്നുകിൽ 1, 4, 7, 9 ഇതിലേതെങ്കിലുമൊക്കെ ആയിരുന്നാലേ പറ്റുള്ളൂ. അപ്പോൾ ഡിജിറ്റൽ റൂട്ട് ഓഫ് n കോൺഗ്രുവൻ്റ് ടു അത് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് കോൺഗ്രുവൻ്റ് ടു 3 mod 9 എന്ന് കിട്ടി. ബിക്കോസ് ദ ഡിജിറ്റൽ റൂട്ട് ഈസ് 3, ക്യാപിറ്റൽ N ഈസ് നോട്ട് എ സ്ക്വയർ. അപ്പം നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ 3 എന്നാണ് കിട്ടിയത്. അപ്പം അത് ഇതല്ല, ക്യാപിറ്റൽ N ഈസ് നോട്ട് എ സ്ക്വയർ. ദ കോൺവേഴ്സ് ഓഫ് ദി പ്രിസൈഡിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോൺവേഴ്സ് ഫോൾസ് ആണെന്ന്. ദാറ്റ് ഈസ് ഇഫ് ദ ഡിജിറ്റൽ റൂട്ട് ഈസ്, അപ്പോൾ ഡിജിറ്റൽ റൂട്ട് 1, 4, 7, 9 ഇതിലേതെങ്കിലും ഒന്നാണെന്ന് വിചാരിച്ചിട്ട് ആ നമ്പർ സ്ക്വയർ ആവണമെന്നില്ല. പക്ഷെ സ്ക്വയർ ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കണം? ഇതായിരിക്കണം എന്നുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് ദ ഡിജിറ്റൽ റൂട്ട് ഓഫ് 43 എന്ന് പറയുന്നത് നമുക്ക് 7 കിട്ടും. പക്ഷേ 43 ഈസ് നോട്ട് എ സ്ക്വയർ, പെർഫെക്റ്റ് സ്ക്വയർ അല്ലല്ലോ. എക്സാമ്പിൾ 4, ഡിജിറ്റൽ റൂട്ട് ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ട്വിൻ പ്രൈംസ് എക്സെപ്റ്റ് ഫോർ ദ പെയർ 3 and 5. ഈ ട്വിൻ പ്രൈം എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഡെഫിനിഷനാണ് ഞാനൊരു ബോക്സിൽ എഴുതിയേക്കുന്നുണ്ട്. എ ട്വിൻ പ്രൈം ഈസ് എ പ്രൈം ദാറ്റ് ഈസ് എയ്തർ 2 less or 2 more than അനദർ പ്രൈം നമ്പർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പ്രൈമുമായിട്ട് ഒന്നുകിൽ അതിനേക്കാൾ 2 കുറവ് അല്ലെങ്കിൽ 2 കൂടുതൽ, അങ്ങനെ 2ൻ്റെ വ്യത്യാസത്തിൽ നിൽക്കുന്ന പ്രൈംസിനെയാണ് നമ്മൾ ട്വിൻ പ്രൈം എന്ന് വിളിക്കുന്നത്. ഇപ്പം 3, 5 ട്വിൻ പ്രൈംസാണ്, 5, 7 ട്വിൻ പ്രൈംസാണ്, 7, 9 ട്വിൻ പ്രൈംസാണ്. അങ്ങനെ പ്രൂവ് ദാറ്റ് ദ ഡിജിറ്റൽ റൂട്ട് ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ട്വിൻ പ്രൈംസ് അതർ ദാൻ 3 and 5 ഈസ് 8. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് 3ഉം 5ഉം അല്ലാതെയുള്ള ട്വിൻ പ്രൈംസ് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡിജിറ്റൽ റൂട്ട് എന്ന് പറയുന്നത് 8 ആണെന്ന് കാണിക്കണം. അപ്പോൾ പ്രൂഫ് നോക്കാം. എവരി പ്രൈം ഗ്രേറ്റർ ദാൻ 3, അപ്പം 3 നമ്മൾ നോക്കുന്നില്ല, അവോയ്ഡ് ചെയ്യാണ്. ഈസ് ഓഫ് ദി ഫോം, ഇപ്പം 3യിൽ കൂടുതലുള്ള എല്ലാ പ്രൈംസിൻ്റെയും ഫോം ഒന്നുകിൽ 6k - 1 അല്ലെങ്കിൽ 6k + 1 എന്നാണ്. സോ വി ക്യാൻ ടേക്ക് ദി ട്വിൻ പ്രൈംസ് ടു ബി 6k - 1 ആൻഡ് 6k + 1. അപ്പം പിന്നെ നിങ്ങൾ ഈ 6k - 1 6k + 1 ആണോ നോക്കാൻ വേണ്ടിയിട്ട് കെയ്ക്ക് 1 കൊടുത്ത് നോക്കാം. നമുക്ക് കെയ്ക്ക് 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 6 - 1 5 കിട്ടും. കെയ്ക്ക് 6k + 1 7 കിട്ടും. അങ്ങനെ എല്ലാം ഇതേപോലെ കിട്ടും. സോ വി ക്യാൻ ടേക്ക് ദ ട്വിൻ പ്രൈംസ് ടു ബി 6k - 1 ആൻഡ് 6. അപ്പോൾ അടുത്തടുത്തുള്ള ഏതും ഈ പറഞ്ഞ കെയ്ക്കകത്ത് 1 കൊടുക്കുമ്പം അടുത്തടുത്തുള്ള 2 എണ്ണം കിട്ടും. കെയ്ക്ക് 2 കൊടുക്കുമ്പം വേറെ 2 എണ്ണം, അങ്ങനെ. ആൻഡ് അതിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. ദെയർ പ്രോഡക്റ്റ് 36k² - 1 എന്ന് കിട്ടും. ഇപ്പം നമ്മൾ mod 9 എടുത്തു കഴിഞ്ഞാൽ 36 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം കോൺഗ്രുവൻ്റ് 0 - 1 കോൺഗ്രുവൻ്റ് 8 mod 9. നോട്ടീസ് ദാറ്റ് ദ ഡിജിറ്റൽ റൂട്ട് ഓഫ്
3 into 5 ഈസ്, അപ്പോൾ ഇവിടെ നമുക്ക് -1 കോൺഗ്രുവൻ്റ് ടു 8 mod 9 എന്ന് കിട്ടി. ബാക്കിയുള്ള 3ൻ്റെ 5ൻ്റെ നോക്കിക്കഴിഞ്ഞാൽ 5 3 15 നമുക്ക് കിട്ടും. 15ന് mod 9 എടുത്തു കഴിഞ്ഞാൽ 6 കിട്ടത്തുള്ളൂ. അപ്പം അതാ ക്വസ്റ്റ്യനിൽ പറയുന്നത് 3ൻ്റെ 5ൻ്റെ അല്ല ബാക്കിയുള്ളതിൻ്റെ ആണെന്ന് പറയുന്നുണ്ട് പ്രത്യേകം. ചൈനീസ് റിമൈൻഡർ തിയറമാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നത്. അപ്പം ഈ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ്. സെക്ഷൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത് ഒരു പസിലാണ്. സെൻസു പസിൽ എന്നാണ് അതിൻ്റെ പേര്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മുടെ തിയറം. ഇതാണ് തിയറെന്ന് തെറ്റിദ്ധരിക്കരുത്. സെക്ഷൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. സെൻസു പസിൽ. ഫൈൻഡ് എ നമ്പർ ദാറ്റ് ലീവ്സ് എ റിമൈൻഡർ ഓഫ് 1 when divided by 3, എ റിമൈൻഡർ ഓഫ് 2 when divided by 5 ആൻഡ് എ റിമൈൻഡർ ഓഫ് 3 when divided by 7. അപ്പോൾ ഇതൊരു പസിലാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് എ നമ്പർ ദാറ്റ് ഡിവൈഡ്സ് എ റിമൈൻഡർ ഓഫ് 1 when divided by 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്നു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 5 കിട്ടുന്നു. പിന്നെ ഒന്നുകൂടെ ഞാൻ പറയാം. റിമൈൻഡർ ഓഫ് 1 when divided by 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടണം, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടണം. ഇത്രയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. യൂസിങ് ദി കോൺഗ്രുവൻസ് ലാംഗ്വേജ് ദ റിഡിൽ ഈസ് ടു ഫൈൻഡ് ആൻ ഇൻഡിജർ എക്സ് സച്ച് ദാറ്റ്. അപ്പോൾ ഈ പറഞ്ഞതിനെ നമുക്ക് കോൺഗ്രുവൻസിൻ്റെ ടേംസിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. എക്സ് കോൺഗ്രുവൻ്റ് 1 mod 3 എക്സ് കോൺഗ്രുവൻ്റ് 2 mod 5 എക്സ് കോൺഗ്രുവൻ്റ് 3 mod 7 ആകുന്ന രീതിയിലുള്ള ഒരു എക്സ് കണ്ടുപിടിക്കും. എ സൊല്യൂഷൻ ഓഫ് എ ലീനിയർ സിസ്റ്റം ഈസ് എ നമ്പർ ദാറ്റ് സാറ്റിസ്ഫൈസ് എവരി മെമ്പർ ഓഫ് ദി സിസ്റ്റം. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്നും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. എ സൊല്യൂഷൻ ഓഫ് എ ലീനിയർ സിസ്റ്റം ഈസ് എ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സൊല്യൂഷൻസ് ഉള്ള അതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. ലീനിയർ സിസ്റ്റം ഈസ് എ നമ്പർ ദാറ്റ് സാറ്റിസ്ഫൈസ് എവരി മെമ്പർ ഓഫ് ദി സിസ്റ്റം. അപ്പോൾ സൊല്യൂഷൻ ഓഫ് ദി ലീനിയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഓരോ മെമ്പർ എന്ന് ഉദ്ദേശിക്കുന്ന ഓരോ കോൺഗ്രുവൻസിനെ അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളാണ്. എക്സാമ്പിൾ 1, സോൾവ് സൻസു പസിൽ ബൈ ഐട്രേഷൻ. ഇപ്പോൾ ഐട്രേഷൻ വെച്ചിട്ട് സൻസു പസിൽ നമുക്ക് സോൾവ് ചെയ്യണം. വി ഹാവ് എക്സ് കോൺഗ്രുവൻ്റ് 1 mod 3 എക്സ് കോൺഗ്രുവൻ്റ് 2 mod 5 ആൻഡ് എക്സ് കോൺഗ്രുവൻ്റ് 3 mod 7. ഓക്കെ. അപ്പോൾ നമ്മളത് കോൺഗ്രുവൻസ് വെച്ചിട്ട് എഴുതി. അതാണിപ്പോൾ ചെയ്തത്. ഇനി എക്സ് കോൺഗ്രുവൻ്റ് 1 mod 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 റിമൈൻഡർ കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ അതിനെ. എക്സിൻ്റെ ഫോം അപ്പോൾ ഇങ്ങനെ ആയിരിക്കും. എക്സ് ഇസ് ഈക്വൽ ടു 1 + 3t1 വേർ t1 ഈസ് ആൻ ആർബിട്രറി ഇൻറ്റിജർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള കോഷ്യൻ്റാണ് ഈ t1, റിമൈൻഡർ 1. ഓക്കെ. സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എക്സ് ഇൻ ദി സെക്കൻഡ് കോൺഗ്രുവൻസ്. അപ്പം രണ്ടാമത്തെ കോൺഗ്രുവൻസിൽ നമ്മൾ ഇതിട്ട് കൊടുക്കുന്നു. ഈ രണ്ടാമത്തെ കോൺഗ്രുവൻസ് എക്സ് കോൺഗ്രുവൻ്റ് 2 mod 5 ആണ്. അതിലിട്ട് കൊടുക്കുമ്പോൾ 1 + 3t1 കോൺഗ്രുവൻ്റ് 2 mod 5 എന്ന് കിട്ടും. ഓക്കെ. അതിനകത്തുനിന്നും അടുത്ത സ്റ്റെപ്പിൽ എന്താവും? 3t1 കോൺഗ്രുവൻ്റ് 1 mod 5 ആവും. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് t1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ t1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 3യുടെ ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുക. 3യുടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ mod 5ൽ എന്താണ് 3യുടെ ഇൻവേഴ്സ്? 2 ആണ് ഇൻവേഴ്സ്. കാരണം 3 × 2 നമുക്ക് mod 5 എടുക്കുമ്പോൾ 3 × 2 6 ആണ്. അതിനെ mod 5 എടുക്കുമ്പോൾ നമുക്ക് 1 കിട്ടും. അപ്പോൾ 3യുടെ ഇൻവേഴ്സ് 2 ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവേഴ്സസ് ആണ്. അപ്പോൾ 3t1 കോൺഗ്രുവൻ്റ് 1 mod 5 രണ്ട് സൈഡിൽ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 3t1 കോൺഗ്രുവൻ്റ് 2 × 1 mod 5 എന്ന് കിട്ടും. ഇംപ്ലൈസ് t1 കോൺഗ്രുവൻ്റ് 2 mod 5. ഓക്കെ. t1 കോൺഗ്രുവൻ്റ് 2 mod 5 എന്ന് കിട്ടി. അപ്പം t1 കോൺഗ്രുവൻ്റ് 2 mod 5 എന്നാണെങ്കിൽ ദാറ്റ് ഈസ് t1 കോൺഗ്രുവൻ്റ് t1 ഈക്വൽ ടു എന്നാണ് അവിടെ വരേണ്ടത്. t1 കോൺഗ്രുവൻ്റ് 2 mod 5 എന്ന് പറഞ്ഞാൽ t1 ഈക്വൽ ടു 2 പ്ലസ് ഇവിടെ t1 ഈക്വൽ ടു 2 + 5t2 എന്നാണ് വരേണ്ടത്. വിത്ത് t2 ബീയിങ് ആൻ ആർബിട്രറി. നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ്. t1 കോൺഗ്രുവൻ്റ് 2 mod 5 എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ. അപ്പോൾ t1ൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ 2 + 5t2 ഫോമിലായിരിക്കും. ദെയർഫോർ x ഈക്വൽ ടു 1 +
3T1 നമ്മൾ ഏറ്റവും മേളിൽ എഴുതിയിട്ടുണ്ട്. അതിനകത്തിൽ ഇനി T1ൻ്റെ സ്ഥാനത്ത് 1 + 3 ഇപ്പോൾ കിട്ടിയത് കൊടുക്കുന്നു, 2 + 5 T2 കൊടുക്കുന്നു. ഇപ്പോൾ ലാസ്റ്റ് 7 + 5 T2 എന്ന് കിട്ടി. ഇനി ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത T2 കണ്ടുപിടിക്കും. നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ദി തേർഡ് കോൺഗ്രുവൻസ്. ഇപ്പോൾ എക്സിന് ഇപ്പോൾ കിട്ടിയത് അടുത്തതിനകത്തിൽ കൊടുക്കുന്നു. അപ്പോൾ 7 + 15 T2 കോൺഗ്രുവൻ ടു 3 mod 7 എന്ന് കിട്ടും. അതിനകത്തുനിന്ന് 15 T2 കോൺഗ്രുവൻ ടു കാരണം mod 7 അല്ലേ എടുക്കുന്നത്, അപ്പോൾ 7 0 ആയിപ്പോയി. അതങ്ങനെയാണ്. 15 T2 കോൺഗ്രുവൻ ടു 3 mod 7 എന്ന് കിട്ടും. ഇംപ്ലൈസ് ഇനി നമ്മൾ ചെയ്യുന്ന അതായത് mod 7 എടുക്കുമ്പോൾ 15 എന്ന് പറയുന്ന mod 7ൽ 1 ആണ്. അപ്പോൾ T2 കോൺഗ്രുവൻ ടു 3 mod 7 എന്ന് കിട്ടും. സോ T2 ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? T2 കോൺഗ്രുവൻ ടു 3 mod 7 എന്ന് പറഞ്ഞാൽ എന്താണ്? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 3 കിട്ടുന്നു. അപ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്ന കോഷ്യൻറ്റിനെ നമ്മൾ T ആണെന്ന് വിചാരിക്കുക. അപ്പോൾ T2ൻ്റെ ഫോം എന്താണ്? 3 + 7D വിത്ത് T ബീയിങ് ആർബിട്രറി. ദെയർഫോർ ഇക്വേഷൻ 1 ഇപ്പോൾ എന്തായി മാറും? എക്സ് ഈക്വൽ ടു 7 + 15 T2 ഈക്വൽ ടു 7 + 15 ഇൻറ്റു ഇപ്പോൾ കിട്ടിയത് 3 + 7D ഈക്വൽ ടു 52 + 105T എന്ന് കിട്ടി. അപ്പോൾ ദസ് എനി ഇൻറ്റീജർ ഓഫ് ദി ഫോം, ഇപ്പോൾ T ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ. എനി ഇൻറ്റീജർ ഓഫ് ദി ഫോം x ഈസ് ഈക്വൽ ടു 52 + 105T ഈസ് എ സൊല്യൂഷൻ ഓഫ് ദി ലീനിയർ സിസ്റ്റം. അപ്പോൾ ഈ ഫോമിലുള്ള ഏതൊരു നമ്പറും ഇതിൻ്റെ സൊല്യൂഷൻ, ഈ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷനെ, ഇറ്റ് ഈസ് എ ജനറൽ സൊല്യൂഷൻ ഓഫ് ദി സിസ്റ്റം. ഇനി 105ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, 3 × 5 × 7 ആണ്. ഇൻ ദിസ് എക്സാമ്പിൾ 52 ഈസ് ദ യുണീക്ക് സൊല്യൂഷൻ ടു ദ പസിൽ മോഡുലോ 5. അപ്പം നമ്മൾ മോഡ് 105 നോക്കിയതെങ്കിൽ നമുക്ക് ഈ കിട്ടിയ സൊല്യൂഷൻ 52 അധികം 105T എന്നുള്ള എന്തായിട്ട് മാറും? 52 ആവും. അപ്പോൾ ഇതിൻ്റെ യുണീക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് 52 ആണ്. എപ്പോൾ നമ്മൾ മോഡ് 105 നോക്കിയിരുന്നതെങ്കിൽ. വേറെ മോഡിലെ പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം. ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ. നമ്മുടെ കിട്ടിയ മോഡിൽ 3, 5, 7 അതെല്ലാം റിലേറ്റീവ്ലി പ്രൈം ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പം നമ്മളിപ്പോൾ ഈ ചെയ്ത സൻസു പസിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു പസിലാണ്. ഇതിലും എളുപ്പത്തിലുള്ളൊരു മെത്തേഡുണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ കോൺഗ്രുവൻസസ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡിൽ വരുന്നത് നമുക്ക് റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് പഠിപ്പിക്കുന്ന തിയറമാണ് ദ ചൈനീസ് റിമൈൻഡർ തിയറം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ്. അതും അതിൻ്റെ പ്രോബ്ലംസും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൂഫും പറഞ്ഞിട്ടുണ്ട്. ചൈനീസ് റിമൈൻഡർ തിയറം എന്നാണ് പറഞ്ഞേക്കുന്നത്. പ്രൂഫും നമുക്ക് നോക്കാം. പ്രൂഫും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പ്രൂഫ് കൺസിസ്റ്റ് ഓഫ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ ലീനിയർ സിസ്റ്റം ഓഫ് കോൺഗ്രുവൻസസ് ആണ് എക്സ് കോൺഗ്രുവൻ ടു AI mod MI ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം ഉണ്ട്. ഐക്ക് വാല്യൂസ് 1 മുതൽ k വരെയാണ്. വേറെ ദ മോഡിലെ പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ആൻഡ് 1 < I < k ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ മോഡുലോ M1 M2 എക്സെട്ര MK. ഓക്കെ, മോഡിലെ വേറെ മോഡിലെ പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ആൻഡ് M1 M2 അങ്ങനെ MK വരെയുള്ളതെല്ലാം പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ആണ്. അതിനൊരു യുണീക്ക് സൊല്യൂഷനും ഉണ്ട്. മോഡുലോ M1 M2 എക്സെട്ര MK. പ്രൂഫ്. ദ പ്രൂഫ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. പ്രൂഫിന് 2 പാർട്ടുണ്ട്. ഫസ്റ്റ് വി വിൽ കൺസ്ട്രക്ട് എ സൊല്യൂഷൻ ആൻഡ് ദെൻ ഷോ ദാറ്റ് ഇറ്റ് ഈസ് യൂണീക്ക് മോഡുലോ M1 M2 എക്സെട്ര MK. ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. പ്രൂഫിന് 2 പാർട്ടുണ്ട്. സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന പാർട്ടും പിന്നെ അത് സൊല്യൂഷൻ യുണീക്ക് ആണെന്ന് പറയുന്ന പാർട്ടും ഉണ്ട്. ഓക്കെ, ആൻഡ് ദെൻ ഷോ ദാറ്റ് ഇറ്റ് ഈസ് യുണീക്ക് മോഡുലോ M1 M2 എക്സെട്ര MK. അത് മൾട്ടിപ്ലൈ ചെയ്തേക്കുവാണ്. M1 × M2 × എക്സെട്ര MK ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലുള്ളത് അടുത്ത പാരഗ്രാഫിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഞാനവിടെ ഒരു വരച്ചേക്കുന്നുണ്ടോ, അത് ചേർത്ത് എഴുതിപ്പോയി. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ അത് അടുത്ത പാരഗ്രാഫിലായിട്ട് എഴുതണേ. ലെറ്റ് ക്യാപിറ്റൽ M ഈക്വൽ ടു M1 × M2 × എക്സെട്ര MK ആൻഡ് ക്യാപിറ്റൽ MI ഈക്വൽ ടു ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ സ്മോൾ mi, 1 < I < k. അപ്പോൾ ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡലുകളുടെ എല്ലാം കൂടെ പ്രോഡക്റ്റാണ്. ക്യാപിറ്റൽ MI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് ക്യാപിറ്റൽ എമ്മിനെ സ്മോൾ mi കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ക്യാപിറ്റൽ MI എന്ന് പറയുന്നത്.
ഓക്കെ, ഇപ്പോൾ ക്യാപിറ്റൽ M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ സ്മോൾ m1. ക്യാപിറ്റൽ M2 എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ സ്മോൾ m2. അങ്ങനെ. അപ്പോൾ ക്യാപിറ്റൽ M1 എന്ന് പറഞ്ഞാൽ അതും ഒരു പ്രോഡക്റ്റ് ഓഫ് മോഡുലയാണ്. പക്ഷേ അതിനകത്ത് എന്തില്ല, സ്മോൾ m1 കാണത്തില്ല. ക്യാപിറ്റൽ M2വും പ്രോഡക്റ്റ് ഓഫ് മോഡുലേ ആണ്. പക്ഷേ അതിനകത്ത് എന്തിൽ സ്മോൾ m2 ഒഴികെയുള്ള എല്ലാത്തിൻ്റെയും കൂടെ പ്രോഡക്റ്റാണ് ക്യാപിറ്റൽ M2. സ്മോൾ m3 ഒഴികെയുള്ള എല്ലാത്തിൻ്റെയും കൂടെ പ്രോഡക്റ്റാണ് ക്യാപിറ്റൽ M3. അങ്ങനെ. Since the moduli are pairwise relatively prime, capital Mi, small mi equal to 1 for every I. Okay, pairwise relatively prime ആണെന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ MIക്കകത്തിൽ എന്തില്ല, സ്മോൾ MI ഇല്ലെന്നല്ലേ എന്ന് പറഞ്ഞപ്പോൾ അത് തമ്മിൽ റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പോൾ GCD 1 ആണ്. ക്യാപിറ്റൽ MI, സ്മോൾ MI equal to 1 for every I. ഓൾസോ ക്യാപിറ്റൽ MI കോൺഗ്രന്റ് 0 mod MJ whenever I not equal to J. അപ്പം ഈ ക്യാപിറ്റൽ MIക്കകത്തിൽ സ്മോൾ MI ഒഴികെ എല്ലാം അതിൽ അടങ്ങിയിരിക്കുന്നു. എൻ്റെ എല്ലാം കൂടെ പ്രോഡക്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ സ്മോൾ MI ഒഴികെ ഏത് വെച്ചും അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 0 ആയിരിക്കും കിട്ടുന്നത്. ക്യാപിറ്റൽ MI കാരണം അതെന്ന് പറഞ്ഞാൽ മറ്റേതിൻ്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് അപ്പോൾ ക്യാപിറ്റൽ MI കോൺഗ്രന്റ് 0 mod MJ വേർ I നോട്ട് ഈക്വൽ ടു J എന്ന് പറഞ്ഞുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി ടു കൺസ്ട്രക്ട് എ സൊല്യൂഷൻ ടു ദ ലീനിയർ സിസ്റ്റം, സിൻസ് ക്യാപിറ്റൽ MI, സ്മോൾ MIയുടെ GCD 1 ആണെന്ന് തന്നിട്ടുണ്ട്, ദ കോൺഗ്രുവൻസ് ഇതിൻ്റെ GCD 1 ആണെങ്കിൽ ക്യാപിറ്റൽ MI ഇൻറ്റു സ്മോൾ YI കോൺഗ്രുവൻ്റ് 1 mod MI ആകുന്ന രീതിയിൽ നമുക്കൊരു YI കിട്ടും. കാരണം ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ YI ഈസ് ദ ഇൻവേഴ്സ് ഓഫ് MI മോഡുലോ. അപ്പോൾ കാരണം ഈ ഇതിൻ്റെ രണ്ടിൻ്റെ GCD 1 ആണെങ്കിൽ നമുക്ക് ഈ മോഡുലോ MI എടുക്കുമ്പോൾ ക്യാപിറ്റൽ MIക്ക് നമുക്കൊരു ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് നമ്മൾ നേരത്തെ മോഡുലയുടെ പ്രോപ്പർട്ടീസൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ക്യാപിറ്റൽ MI ഇൻറ്റു YI കോൺഗ്രന്റ് 1 mod MI ആകുന്ന ഒരു YI ഉണ്ട്. ആ YI ആണ് ഈ ക്യാപിറ്റൽ MIയുടെ ഇൻവേഴ്സ് മോഡുലോ MI, സ്മോൾ MI. ഓക്കെ, ഇനി ലെറ്റ് സ്മോൾ എക്സ് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. A1 M1 Y1 പ്ലസ് A2 M2 Y2 പ്ലസ് എക്സെട്ര പ്ലസ് AK MK YK ടു ഷോ ദാറ്റ് എക്സ് ഈസ് എ സൊല്യൂഷൻ ഓഫ് ദി ലീനിയർ സിസ്റ്റം. ഇപ്പോൾ ഈ ഡിഫൈൻ ചെയ്ത എക്സ് ആണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് കാണിക്കാൻ പോവാണ്. വി ഹാവ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ I ഈക്വൽ ടു 1 to K A MI YI. എൻ്റെ താഴെ I നോട്ട് ഈക്വൽ ടു J എന്നും കൂടെ ഉണ്ടായിരുന്നു, അത് എഴുതാൻ ഞാൻ വിട്ടു. സമ്മേഷൻ I ഈക്വൽ ടു 1 to K സ്മോൾ AI MI YI പ്ലസ് അവിടെ എഴുതുമ്പോഴേ അതുകൂടെ ഒന്ന് എഴുതിയേക്കണേ. ഈ ഭാഗത്ത് I നോട്ട് ഈക്വൽ ടു J ഇതും കൂടെ എഴുതിയേക്കണം. കാരണം Jയുടെ നമ്മൾ പ്രത്യേകം ഇവിടോട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ കോൺഗ്രുവൻ്റ് ടു സമ്മേഷൻ I ഈക്വൽ അതെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഡ് MJ എടുക്കും. അടുത്ത സ്റ്റെപ്പിൽ മോഡ് MJ എടുക്കുമ്പോൾ ക്യാപിറ്റൽ MI എന്ന് പറയുന്നത് I നോട്ട് ഈക്വൽ ടു J ആണല്ലോ. ആദ്യത്തെ സമ്മിനകത്തിൽ I നോട്ട് ഈക്വൽ ടു J ആവുന്ന എല്ലാം സം ചെയ്യുന്നുണ്ട്. ഓക്കെ, I J ആവുന്ന ടൈം അതിനകത്തിലില്ല. അപ്പോൾ ക്യാപിറ്റൽ MIക്കകത്തിൽ സ്മോൾ MJ ഉള്ളതുകൊണ്ട് അത് നമ്മൾ മോഡ് M എടുക്കുമ്പോൾ അതെന്താവും, 0 ആവും. പ്ലസ് അടുത്തത് എന്ത് വരും, നമുക്ക് MJ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട്. MI തൊട്ട് മുകളിലേ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, സോറി തൊട്ട് മുകളിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ, MI YI കോൺഗ്രുവൻ്റ് 1 mod MI. അപ്പോൾ ഈ ഐയുടെ സ്ഥാനത്ത് J വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് MI YI എന്ന് MJ YJ mod MJ എടുക്കുമ്പോഴും ഇതേപോലെ 1 നമുക്ക് കിട്ടും. ഇനി ഇത് കോൺഗ്രുവൻ്റ് 0 പ്ലസ് AJ എന്ന് കിട്ടി mod MJ. അതായത് എക്സ് കോൺഗ്രുവൻ്റ് AJ mod MJ 1 സ്ഥാനത്ത് J സ്ഥാനത്ത് K കിട്ടി. അങ്ങനെ ആയിരുന്നു നമുക്ക് കിട്ടണ്ടേ, സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതി കിട്ടിയില്ലേ. ആ എക്സ് കണ്ട ഇത് ഈ കോൺഗ്രുവൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Thus, X satisfies every congruence in the system. So, X is a solution of the linear system. X solution ആണ് കിട്ടി. നെക്സ്റ്റ് നമുക്ക് എൻ്റെ യൂണിക്നെസ് ആണ് കാണിക്കേണ്ടത്. Let X0 and X1 be two solution of the system. We shall show that X0 congruent to X1 mod M. അപ്പോൾ X0 ഉം X1 ഉം ഇതിൻ്റെ
രണ്ട് സൊല്യൂഷൻസ് ആണെങ്കിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് x0 കോൺഗ്രുവൻ്റ് ടു x1 മോഡ് ക്യാപിറ്റൽ M എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സിൻസ് x0 കോൺഗ്രുവൻ്റ് ടു AJ മോഡ് MJ ആൻഡ് x1 കോൺഗ്രുവൻ്റ് ടു AJ മോഡ് MJ ഫോർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു j ലെസ് ദാൻ ഓർ ഈക്വൽ ടു k, x1 മൈനസ് x0 കോൺഗ്രുവൻ്റ് ടു 0 മോഡ് MJ. x0ഉം x1ഉം ബി ടു സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം, രണ്ട് സൊല്യൂഷൻ ആണെങ്കിൽ വി ഷാൽ ഷോ ദാറ്റ് ഈ രണ്ട് സൊല്യൂഷൻ കോൺഗ്രുവൻ്റ് ആണ് നമ്മൾ കാണിക്കും. മോഡ് എമ്മിൽ കോൺഗ്രുവൻ്റ് ആണെന്ന് കാണിക്കും. ഇനി സിൻസ് x0 കോൺഗ്രുവൻ്റ് ടു AJ മോഡ് MJ ആൻഡ് x1 കോൺഗ്രുവൻ്റ് ടു AJ മോഡ് MJ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. ഫോർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു i ലെസ് ദാൻ ഓർ ഈക്വൽ ടു k. രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ x1 മൈനസ് x0 കോൺഗ്രുവൻ്റ് ടു 0 മോഡ് MJ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് MJ ആരെ ഡിവൈഡ് ചെയ്യുന്നു? x1 മൈനസ് x0നെ ഫോർ എവരി j. ദസ് ഇപ്പോൾ എല്ലാ MJയും അപ്പോൾ M1 M2 M3 പ്രത്യേകം നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദസ് അതിൻ്റെ LCM M1, M2, എക്സെട്ര MK അതിൻ്റെ LCM ആണ് ആ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടുന്നത്. നമ്മൾ GCD ആണെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് അല്ലാത്ത സാധാരണ ബ്രാക്കറ്റാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ LCM ഓഫ് M1, M2, എക്സെട്ര MKയും ആരെ ഡിവൈഡ് ചെയ്യും? ഡിവൈഡ്സ് x1 മൈനസ് x0 ബൈ കൊറോളറി 3.11 നമ്മൾ പഠിച്ചതാണ്. ബട്ട് ബൈ കൊറോളറി 3.11 M1 LCM, അപ്പോൾ ഇതാണ് പറയുന്നത്. അല്ലെങ്കിൽ കൊറോളറി 3.11 അഥവാ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഓർക്കുക, ഇതാണ് കൊറോളറി 3.11 എന്ന് പറയുന്നത്. നമ്മൾക്ക് കുറേ നമ്പേഴ്സ് ഉണ്ട്. ആ ഓരോ നമ്പേഴ്സും ഇതിനെ പ്രത്യേകമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിലേറ്റീവ്ലി പ്രൈമും ആണെങ്കിൽ അതിൻ്റെ LCMഉം ഇതിനെ ഡിവൈഡ് ചെയ്യും എന്നാണ് ആ കൊറോളറിയിലുള്ളത്. അതേപോലെ തന്നെ കൊറോളറിയിൽ പറയുന്നത് ഈ LCM ഓഫ് M1, M2 റിലേറ്റീവ്ലി പ്രൈമായിട്ടുള്ള കുറേ നമ്പേഴ്സിൻ്റെ LCM എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോഡക്റ്റാണ്. ഇപ്പോൾ 3ഉം 5ഉം റിലേറ്റീവ്ലി പ്രൈം, അതിൻ്റെ LCM എന്താണ്? 15 ആണ്. ഓക്കെ, അപ്പം ഇത് റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് അതിൻ്റെ പ്രോഡക്റ്റ്, അതിൻ്റെ LCM എന്ന് പറയുന്നത് അതിൻ്റെ പ്രോഡക്റ്റായി ക്യാപിറ്റൽ M ആണ്. ദെയർഫോർ ക്യാപിറ്റൽ M ഡിവൈഡ്സ് x1 മൈനസ് x0. സോ ക്യാപിറ്റൽ M ആരെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്? x1 മൈനസ് x0നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ x1 മൈനസ് x0 കോൺഗ്രുവൻ്റ് 0 മോഡ് ക്യാപിറ്റൽ M, ദാറ്റ് ഈസ് x1 കോൺഗ്രുവൻ്റ് x0 മോഡ് ക്യാപിറ്റൽ M എന്ന് നമുക്ക് കിട്ടി. ദസ് any two solutions of the linear system are congruent modulo M, so the solution is unique modulo. എന്താ നമുക്ക് കിട്ടിയത്? എനി ടു സൊല്യൂഷൻസ് ഓഫ് ദി ലീനിയർ സിസ്റ്റം, ഏത് രണ്ട് സൊല്യൂഷൻ എടുത്താലും അത് കോൺഗ്രുവൻ്റ് മോഡുലോ M ആണ്. അപ്പോൾ സൊല്യൂഷൻ എന്താണെന്ന് കിട്ടി? നമുക്ക് യൂണീക്ക് ആണെന്ന് കിട്ടി. ഇവിടെ നമ്മൾ ഈക്വൽ എന്നല്ല കാണിക്കുന്നത്, നമ്മൾ കോൺഗ്രുവൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ കോൺഗ്രുവൻ്റ് ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ.